ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റർ. ഇന്നലെ നമ്മൾ ബാർബഡോസിൽ കണ്ടത് ചരിത്രം, ഒരു അൺബിലീവബിൾ മാച്ച് തന്നെയായിരുന്നു ഇന്നലെ ഇന്ത്യ vs സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് തകർത്ത് ഇന്ത്യ T20 ചാമ്പ്യൻസ്മാരായി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കൾ. എന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയുടെ ഇതിഹാസ താരം കിങ് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള പത്രസമ്മേളനത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ, ഹിറ്റ്മാൻ, ദ ലെജൻഡ് രോഹിത് ശർമ്മയും വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് എൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു. ഫൈനലിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിനാണ് രോഹിത് ഇത് പറഞ്ഞത്. ഈ ഫോർമാറ്റിനോട് വിട പറയാൻ ഇതിലും നല്ല സമയമില്ല. ഇതിലെ ഓരോ നിമിഷവും ഞാൻ ഇഷ്ടപ്പെട്ടു. ഈ ഫോർമാറ്റിലെയാണ് ഞാൻ എൻ്റെ ഇന്ത്യൻ കരിയർ തന്നെ ആരംഭിച്ചത്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. കപ്പ് നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഗൈസ്, അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ഹിസ്റ്ററി എന്ന് തന്നെ പറയും സുഹൃത്തുക്കളെ. ഇന്ത്യ കിരീടം ചൂടിക്കുന്നു. അവസാനം 159 മത്സരങ്ങളിൽ നിന്ന് 4231 റൺസാണ് രോഹിത് ശർമ്മ T20 ഫോർമാറ്റിൽ അടിച്ചുകൂട്ടിയത്. ഇന്റർനാഷണൽ T20 റൺവേട്ടയിൽ രോഹിത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ തൊട്ടു മുമ്പിൽ നമ്മുടെ കിങ് കോഹ്ലിയും ഉണ്ട്. T20 മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് രോഹിത്താണ്. 5 സെഞ്ചുറിയാണ് രോഹിത് ഇതുവരെ നേടിയത്. ഒപ്പം തന്നെ T20 ഫോർമാറ്റുകളിൽ ഏറ്റവും കൂടുതൽ സിക്സുകളിലും നമ്മുടെ ഹിറ്റ്മാൻ തന്നെയാണ് മുന്നിൽ. കഴിഞ്ഞ ODI വേൾഡ് കപ്പിലെ അഹമ്മദാബാദിലെ ആ ഫൈനലിൽ കണ്ണീരോടെ നമ്മൾ കണ്ട രോഹിത് ശർമ്മ ഇന്ന് ചിരിച്ചാണ് നിൽക്കുന്നത്. അതുതന്നെ ആണ് ഏറ്റവും വലിയ നേട്ടം എന്ന് തന്നെ പറയാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.